ഇതെല്ലാം എണ്ണോ എന്റെ ചെവിയുടെ കീഴിലോട്ട് വന്ന് നാഗ സുന്ദരിയാ, നാഗ പറയുന്നതെല്ലാം സ്പിരിച്വാലിറ്റിയാ, നാഗ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഇങ്ങനെ അങ്ങ് കേറുന്നു, എനിക്ക് അതിലേക്കൂടെ വരുന്നു, എനിക്ക് ഇതിലേക്കൂടെ വരുന്നു. ഞാനപ്പോ പറയാം, നിങ്ങളെ ഈ വോയിസ് എടുത്ത് ഞാനൊന്ന് എന്റെ ചാനലിലോട്ടൊന്ന് ഇടട്ടെ. അയ്യോ വേണ്ട നാഗ, വേണ്ട 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 വേണ്ട. ഞാൻ പറഞ്ഞു അതെന്താ? അയ്യോ എന്റെ സ്വരം എന്റെ അയൽവക്കക്കാര് കേട്ടാല് അയ്യോ വേണ്ട, എന്റെ സ്വരം കേട്ടാല് എനിക്ക് പേടിയാന്നാകാം. അപ്പോഴും ഞാൻ ബ്ലോക്ക് ചെയ്യും. എനിക്കറിയാം ഈ പേടിത്തൊണ്ടരെയൊക്കെ എന്റെ കൂടെ കൂട്ടിയാല് എന്ത് ചെയ്യും. വൈകിയാണെങ്കിലും നാഗയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞല്ലോ. വൈകിയാണെങ്കിലും എന്നെ എല്ലാം കൂടെ തല്ലിക്കൊന്ന് കുഴിയിലോട്ട് വെച്ചില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത് പിന്നെ അങ്ങനെ ഇവിടെയുള്ള പൊട്ടരെ, കേരളത്തിലെ പൊട്ടരായിട്ട് അന്ധരായിട്ട് കിടക്കുന്നവര്, ഒരു ഓറഞ്ചിന്റെ നിറം അല്ലെങ്കിൽ ഒരു മണ്ണിന്റെ നിറം, അതിനെ കാഷായ വസ്ത്രം എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം, ആ വസ്ത്രം ഇടാൻ പാടില്ല. അതിട്ടാൽ ഉടനെ അവര് കള്ളരാ, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. ജീവിച്ചിരിക്കുക, അവരാരെ മോഷ്ടിക്കുന്നില്ല. അവരവരുടെ വീട്ടിനകത്തിരുന്ന് അവര് തിന്നുന്നു കുടിക്കുന്നു, അവര് കള്ളരാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു മാല ഇട്ടാല്, സ്വർണ്ണമാലയാണെങ്കിൽ പിന്നെ വേണ്ടിയില്ല, രുദ്രാക്ഷത്തിന്റെ കായാണ്. ആ കായ അതൊരു കായാണ്, രുദ്രാക്ഷം. എന്നാൽ ഇതിന് മഹത്വമുണ്ട്. ആ കാമാല പോലും, രുദ്രാക്ഷത്തിന്റെ ഈ മാല പോലും ഇട്ടിട്ട് വിവരദോഷികളായ കേരളത്തിലെ ബുദ്ധികെട്ട മനുഷ്യർ അതും കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാട്ട്